വെറുതെ കയറി ചെന്ന് അവരുടെ വായിരുന്ന എല്ലാം കേട്ട് നിനക്കൂടെ നാണക്കേടാ അല്ലയോ കുഞ്ഞെ? നാണക്കേടൊന്നുമില്ല മേ, സാരമില്ല. ഇനി എന്തോ അയ്യോടെ കുഞ്ഞെ? സ്കോളർഷിപ്പിന്റെ കാര്യമാണോ? അത് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞല്ലായിരുന്നു. ഞാനൊരു ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? എൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി. എന്നിട്ട് എന്താടാ ഒരു സന്തോഷമില്ലാത്ത? അത് പിന്നെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലേ പഠിക്കണമെങ്കിൽ 2-3 ലക്ഷം രൂപയാവും. അപ്പം വേണ്ടാന്ന്. നമുക്ക് സന്തോഷിന്റെ കൂടെ ഒന്ന് ചോദിക്കാം. വേണ്ട മേ, ശരിയാവത്തില്ല. ചോദിക്കുന്നതിന് ഇപ്പൊ എന്തുവാ? അതെനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഏതെങ്കിലും വഴി നടക്കും. പക്ഷെ ഞാൻ പോണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മാമന്റെ വീട്ടിലോട്ട്. ഇതോ നിങ്ങളുടെ ചേച്ചി മോനും വരുന്നുണ്ട്. അച്ഛനമ്മയും സോപ്പിട്ടെന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാനായിരിക്കും. അച്ഛനമ്മയൊന്നും വിടില്ല, അവർ ആശുപത്രി പോയിരിക്കുന്നു. അല്ലടാ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നെയാ. അവനൊരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടും, അവിടെ തന്നെ ജോലിയാവും. 2 മാസത്തിനുള്ളിൽ കയറി പോണം. കേറിപ്പോ, അതിനിപ്പോ ഞാൻ എന്താ വേണം? അല്ല മാമ, അതിന് പൈസയുടെ കുറച്ച് ചിലവുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിനാണല്ലോ ഇങ്ങോട്ട് കയറി വരുന്നത് എപ്പോഴും. അതെന്തോടാ നീ അങ്ങനെ പറയുന്നത്? ആ അർത്ഥത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. നിന്റെ കാര്യമല്ല, അളിയനെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലേ, നിന്റെ അച്ഛൻ ശ്രീധരത്തിന്റെ പേരും പറഞ്ഞ് കൊണ്ടുപോകുന്ന പരമാവധി കൊണ്ടുപോയി. പോരാത്തതിന് യുവക്കളെ കൂടെ ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പൊ അച്ഛൻ മാറി മോൻ വന്നിരിക്കുക. ഇവിടെ എന്തോ പണം അടിക്കുന്ന വിഷയം ഇരിക്കുന്നു. ആ പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട് വയസ്സായിരിക്കുന്നവരെ മയക്കിക്കൊണ്ട് പോകാന്നുള്ള പരിപാടിയാണെങ്കിൽ അത് ഇവിടെ നടക്കത്തില്ലേ? ഞാൻ വിചാരിച്ചു നിന്റെ ഒരു കാര്യമായിട്ട് എല്ലാം ഉപേക്ഷ വിചാരിക്കത്തില്ലെന്ന്. അച്ഛൻ്റെ സ്വഭാവത്തിന് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മാമൻ്റെ കാണത്തില്ല അമ്മേ, അതുകൊണ്ടായിരിക്കും ദേഷ്യത്തിൽ സംസാരിച്ച്. എവിടെ തണ്ടാൻ പോയിട്ട് വന്നിട്ട് കണ്ടുവരുടെ. സാരമില്ല മോനെ, എന്തായാലും ആ സ്വഭാവം നിനക്ക് കിട്ടിയില്ലല്ലേ, അത് തന്നെ വലിയ കാര്യം.